എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് കാച്ചിലും ചേമ്പും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നെടുത്ത് ഇച്ചിരി പുഴുങ്ങി കഴിച്ചാലോ എന്ന് തോന്നി. നല്ല നെയ്യ് പോലെ വേകുന്ന ചേമ്പാണ് കേട്ടോ. അതൊക്കെ ഞാനെടുത്ത് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ആവശ്യത്തിനുള്ള എടുത്തൊന്ന് ചിരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കഷ്ണം കാച്ചിലും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ഒരു ചെറിയ പീസ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്തോട്ടിട്ട് പുഴുങ്ങുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ എന്തേലും ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഒച്ചയടപ്പുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഇച്ചിരി കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കുറച്ച് അച്ചാറിട്ടുകൊണ്ട് കുറച്ച് കാന്താരി മുളകേ ഉള്ളായിരുന്നു. ഉള്ളത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാന്താരിമുളകെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും കാന്താരിമുളകും കൂടെ ചേർത്ത് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുളകും ഉള്ളിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചേമ്പും കാച്ചിലും എല്ലാം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് വെന്ത ചേമ്പും കാച്ചിലും കാന്താരി ചമ്മന്തി കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല നെയ്യ് പോലെ വെന്ത ചേമ്പാണ് കേട്ടോ. കാച്ചിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ചേമ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിനീഷിയേട്ടനും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മുറ്റത്തിരുന്ന് കഴിക്കുന്നത്, അച്ഛനകത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.